എടാ, പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ഇതായിരുന്നു. അപ്പൊ നമ്മൾ അത് നോക്കണം, എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ. നമ്മൾ അത് നോക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? ഇൻഡിവിജ്വലിന്റെ എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കണം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യയിൽ എത്ര നാളായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കറന്റ് നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ഇന്ത്യയുടെ പുറത്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് എന്ത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്തൊക്കെയാണ് എന്നാണ്. ഓക്കെ, ഇവിടെ അതിന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, അത് എന്തൊക്കെയാണെന്ന് ഞാനിവിടെ എഴുതി തരാം. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ. ഓക്കെ, ഏടാ ഇവിടെ നോക്കിയേ. ഓക്കെ, എനി ഇൻഡിവിജ്വൽ ഷാൽ ബി കൺസിഡർഡ് ആസ് റെസിഡന്റ് ഇൻ ഇന്ത്യ. ഒരു ഇൻഡിവിജ്വലിനെ ഇന്ത്യയിലെ ഒരു റെസിഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഹി ഷാൽ ഫുൾഫിൽ അറ്റ്ലീസ്റ്റ് വൺ ബേസിക് കണ്ടീഷൻ ആൻഡ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻ. അതവിടെ നിൽക്കട്ടെ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയെ ഇന്ത്യയിലെ റെസിഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻസിന്റെ ടെസ്റ്റിൽ ഇതിൽ ഒരെണ്ണമെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് റെസിഡന്റ് എന്ന് പറയാം. അത് എന്താണെന്ന് ഞാനിവിടെ ആദ്യം സിമ്പിൾ ആയിട്ട് എഴുതാം, എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്ന്, ഓക്കെ, ആ വ്യക്തി എന്ത് ചെയ്യണം? 182 ഡേയ്സോ ഓർ മോർ, ഒന്നെങ്കിൽ 182 ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ, അതായത് അറ്റ്ലീസ്റ്റ് 182 ദിവസമെങ്കിലും പ്രീവിയസ് ഇയറിൽ നിന്നിരിക്കണം. അതായത് ഇപ്പോൾ എത്രയാണ്? 2025-26 ഇൻകം ടാക്സ് പ്രകാരം അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. 2025-26 നമ്മൾ എന്ത് അടക്കുന്നത്? ഇൻകം ടാക്സ് അടക്കുന്നത്. എപ്പോഴത്തെ വരുമാനത്തിന്റെ ടാക്സ് ആണ് നമ്മൾ ഇപ്പോൾ അടക്കുന്നത്? ഇതിന്റെ മുമ്പത്തെ വർഷത്തുള്ള ഫിനാൻഷ്യൽ ഇയറിന്റെ 2024-25 ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നു? 2025-26 ടാക്സ് അടക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ എത്രയാണ്? 2025-26 വർഷം. സോ നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യണം? 2024-25 ഈ വ്യക്തി 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമ്മൾ എഴുതി. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രീവിയസ് ഇയറിൽ 182 ദിവസമോ അല്ലെങ്കിൽ അതിന്റെ മുകളിലോ ഉണ്ടാവണം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ 16 ഡേയ്സ് ഓർ മോർ. 16 ഡേയ്സ് ഓർ മോർ in the previous year and 365 days or more in the 4 preceding previous year. എന്താണ് ഇതിന്റെ അർത്ഥം? ഒന്നാമത്തെ കണ്ടീഷനായിട്ട് പറഞ്ഞത് എന്താ? ആ വ്യക്തി, ആ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യണം? 182 ദിവസമോ അതിൽ കൂടുതലോ പ്രീവിയസ് ഇയറിൽ ഉണ്ടെങ്കിൽ നമുക്ക് റെസിഡന്റ് ആണെന്ന് ഒന്നാമത്തെ കണ്ടീഷനിൽ പറഞ്ഞു. സെക്കൻഡ് കണ്ടീഷനിൽ എന്താ? 182 ദിവസം ഒന്നും വേണ്ട. പ്രീവിയസ് ഇയറിൽ എത്ര വേണം? 60 ദിവസമോ അല്ലെങ്കിൽ അതിന്റെ മുകളിലോ ഉണ്ടെങ്കിൽ ആ വ്യക്തിനെ നമുക്ക് എന്ത് പറയാം? റെസിഡന്റ് ആണെന്ന് പറയാം. കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇവിടെ എന്തും കൂടി പറയുന്നുണ്ട്, ആൻഡ് അതുപോലെ എന്തും കൂടി വേണം? 365 ദിവസമോ അതിന്റെ മുകളിലോ കഴിഞ്ഞ 4 പ്രസീഡിങ് പ്രീവിയസ് ഇയറിൽ, അതായത് പ്രീവിയസ് ഇയറിന്റെ മുമ്പുള്ള 4 പ്രസീഡിങ് പ്രീവിയസ് ഇയറിൽ 365 ദിവസം നിൽക്കുകയും വേണം. ഓക്കെ, ഇതൊന്നും വരച്ച് കാണിച്ചാൽ ചെറിയ ഡൗട്ട് ഉണ്ടാവും. ഏടാ, 2025-26 എന്താണ്? അസസ്മെന്റ് ഇയർ ആണ് എന്ന് പറഞ്ഞു.
അപ്പോൾ 2024-25 എന്താണ്? പ്രീവിയസ് ഇയർ ആണ്. ഓക്കെ, അപ്പൊ 2023-24, 2021, 2021, 22, 2021. ഓക്കെ, ഇപ്പൊ നോക്കിയേ 4 ഇതായി. കാരണം ഈ പ്രീവിയസ് ഇയർ അല്ല, പ്രസീഡിങ് പ്രീവിയസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പുള്ള 4 വർഷം. ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിന്റെ മുമ്പുള്ള 4 വർഷത്തില് 365 ദിവസവും അതിൽ കൂടുതലും, അതുപോലെ ഈ പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം വേണം? 60 ഡേയ്സോ അല്ലെങ്കിൽ അതിന്റെ മുകളിലോ വേണം. ഇതാണ് എന്ത്? സെക്കൻഡ് കണ്ടീഷൻ. ഇത് ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ഈ 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹി ഈസ് എ റെസിഡന്റ്. അയാൾ ഇന്ത്യയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാം, ഒരു റെസിഡന്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈ വ്യക്തി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അതായത് ഇയാൾ എന്ത് ചെയ്യുന്നില്ല? ഫുൾഫില്ല് ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? ഇയാൾ റെസിഡന്റ് അല്ല. അപ്പൊ ഇയാൾ ടാക്സ് അടക്കേണ്ടതുണ്ടോ? അതൊക്കെ നമുക്ക് നോക്കാം. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ഓക്കെ എടാ, അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ഓക്കെ, മിസ്റ്റർ അനിൽ എന്ന് പറയുന്ന ഒരു സിറ്റിസൺ ഓഫ് സ്പെയിൻ, അയാൾ എന്താണ്? സ്പെയിനിലെ സിറ്റിസൺ ആണ്. ഹാസ് ബീൻ സ്റ്റേ ഇൻ ഇന്ത്യ സിൻസ് 1984. ആ വ്യക്തി എന്താണ്? 1984 തുടങ്ങിയിട്ട് ഇന്ത്യയിൽ താമസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഈ മിസ്റ്റർ അനിൽ എന്താണ്? 1984 മുതൽ ഇന്ത്യയിൽ താമസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അനിൽ എന്ന് പറയുന്നത്. ഇയാൾ എന്ത് ചെയ്തു? ഇന്ത്യയിൽ വിട്ടു. അതായത് ഇന്ത്യയിൽ നിന്ന് പോയി. എപ്പോൾ? 16/7/2019. എങ്ങാട്ടാണ് പോയത്? USA പോയത്. ഓക്കെ, എന്നിട്ട് ഇയാൾ തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുന്നത് എപ്പോഴാണ്? 2020 തിരിച്ചു വരുന്നത്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കണം. പ്രീവിയസ് ഇയറിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എപ്പോഴാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്? 2019-2020 പ്രീവിയസ് ഇയർ. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം പ്രീവിയസ് ഇയർ എത്രയാണെന്ന് എടുത്ത് എഴുതാം. പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2019-2020 എന്ന് മനസ്സിലായി. അപ്പൊ എത്രയാണ് അസസ്മെന്റ് ഇയർ? 2020-2021. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി റെസിഡന്റ് ആണോ എന്നറിയണമെങ്കിൽ 2 കണ്ടീഷൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ കണ്ടീഷൻസ് നമുക്കൊന്ന് ഇവിടെ ഇരിക്കൂടെ? ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആ വ്യക്തി എന്ത് ചെയ്യണം? 182 days or more പ്രീവിയസ് ഇയറിൽ ഉണ്ടോ എന്ന് നോക്കും, അല്ലെ? ഇനി വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് 60 ഡേയ്സ് മതി. 60 ഡേയ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ മതി പ്രീവിയസ് ഇയറിൽ. പക്ഷേ അയാൾ എന്ത് വേണം? 365 ദിവസം ഇതിനു മുമ്പുള്ള 4 പ്രസീഡിങ് പ്രീവിയസ് ഇയറിൽ നിന്നിരിക്കണം. ഈ 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, 2 കിട്ടിയാലും വേണ്ട, 1 കിട്ടിയാലും മതി, അല്ലെ 1 കിട്ടിയാലും വേണ്ട, 2 കിട്ടിയാൽ മതി. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് അയാളിനെ നമുക്ക് എന്ത് പറയാം? അയാൾ റെസിഡന്റ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ അയാൾ എത്ര ദിവസം നിന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം, ഇയാൾ എപ്പോ പോയി എപ്പോൾ വന്നു? എടാ, ഇയാൾ പോയത് എപ്പോഴാണ്? 16/7/2019 ഇയാൾ പോയത്. ഇയാൾ വന്നത് എപ്പോഴാണ്? 2020 തിരിച്ചും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കേണ്ട ഫസ്റ്റ് കാര്യം എന്താണ്? നമുക്കറിയാം പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2019 തുടങ്ങി 2020 വരെയാണ്. അപ്പോൾ ഈ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിനാണ് നമ്മൾ 2020-2021 നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് അടക്കുന്നത്. സോ 2019 എപ്പോഴാണ് തുടങ്ങുന്നത്? നമുക്കറിയാം ഏപ്രിൽ മാസത്തിലാണെന്ന് പറയുന്നില്ലേ? ഏത് മാസത്തിൽ അവസാനിക്കും? മാർച്ചിലാണെന്ന് അവസാനിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതുപോലൊരു ടേബിൾ ഉണ്ടാക്കിയിട്ട് ഏപ്രിൽ തുടങ്ങി മാർച്ച് ഇടുക. 2019 തുടങ്ങുന്നത് 2020 അവസാനിക്കുന്നത്. ഓക്കെ, നമുക്കറിയേണ്ടത് എന്താണ്? പ്രീവിയസ് ഇയറിൽ
പ്രീവിയസ് ഇയറിൽ 182 ദിവസം ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. നമുക്ക് പ്രീവിയസ് ഇയർ ഓൾറെഡി പറയുന്നില്ലടാ, 2019-20 അപ്പോൾ ഏപ്രിൽ മാസം ഇദ്ദേഹം എത്ര ദിവസം ഉണ്ടായിരുന്നു നമുക്ക് നോക്കിക്കൂടെ? എടാ ഇവിടെ പറയുന്നുണ്ട് 16/7/2019 അയാൾ പോകുന്നത്, ഇന്ത്യ വിടുന്നത്. ഓക്കെ, അതിന്റെ അർത്ഥം എന്താ? 16/7/2019 മുമ്പ് ആരുണ്ട്? മിസ്റ്റർ അനിൽ ഇന്ത്യയിലുണ്ട്. ഓക്കെ, എടാ ഇവിടെ നോക്കുക. ഓക്കെ, 16/7 എന്ന് പറഞ്ഞാൽ ഏതാണ്? ജൂലൈ മാസമാണ്. അത് ജൂലൈ എന്നാക്കുന്നു. 2019 വരെ ആരുണ്ട്? അനില് ഇന്ത്യയില് ഉണ്ട്. ഓക്കെ, അനില് ഇന്ത്യയിലുണ്ട്. ഇത് കഴിഞ്ഞാൽ എന്താണ്? അനില് ഇല്ല. അപ്പോൾ ഏപ്രില് ജൂലൈന് മുമ്പല്ലേ? ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിൽ എന്താ? അനിലുണ്ട്. നമുക്കറിയാം ഏപ്രിൽ എത്ര ദിവസം ഉണ്ട്? ഏപ്രിലില് 30 ദിവസമാണുള്ളത്. മെയ്യിൽ എത്ര ദിവസമുണ്ട്? 31 ദിവസമുണ്ട്. ജൂലൈയിൽ 30 ദിവസമാണുള്ളത്. ജൂലൈയിലും ആഗസ്റ്റിലും 31 ദിവസം വെച്ചിട്ടാണുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഡേയ്സ് ആണ്. അപ്പോൾ ഏപ്രിലിൽ 30 ദിവസം ഉണ്ട്. കാരണം എന്താ? അയാൾ പോകുന്നത് ജൂലൈയിൽ. അപ്പൊ അതിനു മുമ്പ് എന്താ? അയാൾ ഇന്ത്യയിലുണ്ട്. മെയ്യിലുണ്ട്, 31 ദിവസത്തിനുണ്ട്. ജൂണിലുണ്ട്. ജൂലൈയിൽ എത്ര ദിവസമുണ്ട്? 31 ദിവസം ജൂലൈയിലുണ്ടോ? ഇല്ല. കാരണം എന്താ? അദ്ദേഹം 16-ാം തീയതി പോകുകയാണ്. നമുക്ക് ഇങ്ങനെയുള്ള കൗണ്ടിൽ നമുക്ക് എന്ത് നോക്കാം? ഡിപ്പാർച്ചറും അതുപോലെ അറൈവലും, അതായത് അയാൾ പോകുന്ന ദിവസവും വരുന്ന ദിവസവും അയാൾ ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കൂട്ടാം. നോട്ട് ദ പോയിന്റ്. അപ്പോൾ ഇയാൾ പോകുന്നത് 16-ാം തീയതിയാണ്. ജൂലൈ മാസം 16-ാം തീയതിയാണ് പോകുന്നത്. ദാറ്റ് മീൻസ് എന്താ? 16-ാം തീയതി വരെ അയാൾ ജൂലൈയിലുണ്ട്. ആഗസ്റ്റിലുണ്ടോ? ആഗസ്റ്റിൽ ഇല്ല. സെപ്റ്റംബറിലില്ല, ഒക്ടോബറിലില്ല, നവംബറിലില്ല, ഡിസംബറിലില്ല. ഇനി ഈ പോയ ആള് എപ്പോഴാണ് തിരിച്ചു വന്നത്? ആൻഡ് റിട്ടേൺ ഓൺ 4/1/2020. ഓക്കെ, ഈ പോയ വ്യക്തി എപ്പോൾ തിരിച്ചു വന്നു? 4/1 എന്ന് പറഞ്ഞാൽ ജനുവരി 2020 വരുന്നുണ്ട്. അപ്പോൾ ജനുവരിയിൽ എത്ര മാസത്തിൽ എത്ര ദിവസമുണ്ട്? ജനുവരിയിൽ 31 ദിവസമാണുള്ളത്. ഓക്കെ, അതിൽ 4-ാം തീയതി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആ വരുന്ന ദിവസവും കൂട്ടണം, 4-ാം തീയതി കൂട്ടണം. അപ്പോൾ എന്താ? 3 ദിവസമാണ് ഇല്ലാത്തത്. അപ്പൊ നോക്കിയേ, അപ്പൊ എന്ത് ചെയ്യണം? 31-ല് എന്താ? 4-ാമത്തെ ദിവസം ഉള്ളതായിട്ട് കൂട്ടണം. അപ്പോൾ എന്താ? 1, 2, 3 ദിവസങ്ങളിൽ വ്യക്തിയില്ല. അപ്പൊ 3 കുറച്ചാൽ പോരെ? 31-ന് 3 കുറച്ച് എത്ര? 28 ദിവസം ജനുവരിയിലുണ്ട്. ഫെബ്രുവരി നോക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അത് ലീപ്പ് ഇയർ ആണോ എന്ന് നോക്കാം. ലീപ്പ് ഇയർ ആണെങ്കിൽ 29 ദിവസം ഫെബ്രുവരിയിലുണ്ട്. നോർമൽ ഇയർ, അതായത് ലീപ്പ് ഇയർ അല്ല എങ്കിൽ എന്താണ്? 28 ദിവസമാണുള്ളത്. അപ്പോൾ ലീപ്പ് ഇയർ കണ്ടുപിടിക്കാനുള്ള ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. അതായത് നിങ്ങൾ ഒരു സംഖ്യ എടുക്കുക, ഏതെങ്കിലും ഒരു സംഖ്യ ആവട്ടെ. ഇതിനെ എന്ത് ചെയ്യണം? 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. 500/4 125 എന്ന് കിട്ടി. ഓ സോറി, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 500 അല്ല, സംഖ്യ അല്ല എടുക്കേണ്ടത്. നിങ്ങൾ എന്തെടുക്കണം? ഏതാണോ വർഷം, നമുക്ക് കണ്ടുപിടിക്കേണ്ട വർഷം എടുക്കണം. ഈ ഫെബ്രുവരി ഏതാ? 2020 വർഷം. ആ 2020 എടുക്കാം. എന്നിട്ട് 4 വെച്ചിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യാം. 2020 ഡിവൈഡഡ് ബൈ 4. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 505 എന്ന് കിട്ടും. ഇവിടെ എന്താണ്? പോയിന്റ് ഇല്ല. എന്തെങ്കിലും ഡെസിമൽസ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ലീപ്പ് ഇയർ ആണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഡെസിമൽ ഇല്ല. അപ്പൊ ഇതെന്താ? ഒരു നോർമൽ ഇയർ ആണ്. ഇനി ലീപ്പ് ഇയറിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം. 2025 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് നോക്കാം. അപ്പൊ 506.25 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റ് വരുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ലീപ്പ് ഇയർ ആണ്. അപ്പൊ ഇവിടെ എത്ര ദിവസം ഉണ്ടാവും? ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടാവും. നോർമൽ ഡേ ആണെങ്കിൽ എത്ര ഉണ്ടാവുള്ളൂ? 28 ദിവസം ഉണ്ടാവുള്ളൂ. ഇതൊരു ടെക്നിക്കാണ് ഇത് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അറിയണവർക്കാണ് കുഴപ്പമില്ല. അപ്പൊ 28 ദിവസമാണ് ഫെബ്രുവരിയിലുള്ളത്. കാരണം എന്താണ്? ഇത് ലീപ്പ് ഇയർ അല്ല. മാർച്ചിൽ എത്ര ദിവസം ഉണ്ടാവും? 31 ദിവസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മ എന്ത് ചെയ്യണം? ഇത് മൊത്തം കൂട്ടണം. അപ്പൊ നോക്കിയേ, 30, 31, അപ്പൊ എത്രയായി? 30, 31, 61, 91ആയി. 91ഉം 16ഉം എത്ര? 107ആയി. ഓക്കെ, 107ഉം 28ഉം 107ഉം 28ഉം
135 അതിൻ്റെ ഒപ്പം 28 കൂട്ടിയാൽ 163, 31 കൂട്ടിയാൽ 194 ദിവസമായി. ഓക്കെ, നമ്മൾ നോക്കിയാൽ ടോട്ടൽ സ്റ്റേ ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ എത്രയാണ്? 194 ദിവസമാണ് പ്രീവിയസ് ഇയർ ആ വ്യക്തി ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? അയാൾ പ്രീവിയസ് ഇയറിൽ 182 ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിരിക്കണം. അപ്പോൾ അത് കണ്ടീഷനിൽ ഹി ഈസ് ഇൻ ഇന്ത്യ ഫോർ മോർ ദാൻ 182 ഡേയ്സ് ഡ്യൂറിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഹി സാറ്റിസ്ഫൈ ദി ഫസ്റ്റ് കണ്ടീഷൻ, therefore he is a resident. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് എത്ര ദിവസം ഉണ്ട് എന്ന് നോക്കാം. നമുക്കറിയേണ്ടത് ആ വ്യക്തി പ്രീവിയസ് ഇയറിൽ ഉണ്ടോ എന്നാണ്. ഇനി ഈ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സെക്കൻഡ് കണ്ടീഷൻ നോക്കണം. അതായത് ഇപ്പോൾ പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താ? ഈ പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുമ്പുള്ള 4 പ്രിസീഡിങ് പ്രീവിയസ് ഇയറിലെ അതിൽ എത്ര ദിവസം ഉണ്ടായെന്ന് നോക്കണം. 365 ദിവസം ഉണ്ടാകുന്നു. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്ത്യക്ക് എന്താ? അയാൾ റെസിഡന്റ് ആണ്. പക്ഷെ ഇത് രണ്ടും എന്താണ്? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ എന്താ? ഹി ഈസ് എ നോൺ റെസിഡന്റ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഈ റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റിൽ തന്നെ റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റും റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറഞ്ഞ ഒരു ടേം പഠിക്കാനുണ്ട്. അത് നെക്സ്റ്റ് സെക്ഷനിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ നമ്മൾ ഇതാക്കി. എന്തിനാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതൊരു ചോദ്യമല്ലേ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? കാരണം ഓരോ വ്യക്തികൾക്കും അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ചൊക്കെയാണ് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം അയാൾ റെസിഡന്റ് ആണോ. ഈ റെസിഡന്റ് ആയിട്ടുള്ള വ്യക്തികൾ എന്ത് ചെയ്യണം? ടാക്സ് അടക്കേണ്ടതൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ നോൺ റെസിഡന്റ്, ഇവർക്ക് ഓരോരുത്തവർക്കും ഓരോ റൂൾസ്, ഓരോ ആക്ടുകൾ, ഓരോ ലോസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ടാക്സ് ലയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുന്നത്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്.